കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. സിസ തോമസിനെ വി സി ആയി നിയമിച്ച ലോക്ഭവൻ ഉത്തരവ് ഇറക്കിയതിന് പിന്നാലെയാണ് ചുമതലയേറ്റത്. പഴയതെല്ലാം ഓർക്കേണ്ടതില്ലെന്നും ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിന് സന്തോഷമുണ്ടെന്നും സിസ തോമസ് പറഞ്ഞു. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണനാണ് നൽകുന്നത്. എന്തായാലും കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റിരിക്കുന്നു. ഏറെ വിവാദങ്ങൾക്കും സമവായ ചർച്ചകൾക്കും ഒടുവിലാണ് ഇപ്പോൾ സിസ തോമസ് ചുമതലയേറ്റിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് KC? ഗവർണർ സമവായത്തിലെത്തിയിലൂടെയാണ് എന്തായാലും സിസ തോമസ് നിയമനത്തിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെ ഇന്ന് സിസ തോമസ് ചുമതലയേൽക്കുകയായിരുന്നു. എന്തായാലും ചുമതലയേറ്റത് വലിയ സന്തോഷം തോന്നുന്നുവെന്നാണ് സിസ തോമസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പഴയതിനെക്കുറിച്ച് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് ഉള്ളത്. ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നാണ് സിസ തോമസ് വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നതയെല്ലാം തന്നെ സർക്കാരും ഗവർണറുമായി ഉണ്ടായിരുന്നു. സമവായത്തിലെത്താത്ത സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഈ VC നിയമനത്തിൽ വലിയ വിമർശനം സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സമവായത്തിലെത്താനായി സർക്കാരിനോട് പറയുന്നു. തുടർന്ന് സർക്കാരും ഗവർണറുമായി ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നു. മന്ത്രി R ബിന്ദുവും P രാജീവും ഗവർണറെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയെങ്കിൽ അത് സമാവേശത്തിലേക്ക് എത്തിയില്ല. തുടർന്ന് അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഈ VC നിയമനത്തിൽ ഉന്നയിച്ചത്. KTU അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല നിയമനം വൈകുന്നതിൽ വലിയ വിമർശനം സുപ്രീം കോടതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നാലെ സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയമനം നടത്തും എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതിനായി സുപ്രീം കോടതി നിയോഗിച്ച ദൂലിയ സമിതിയോട് 2 പേരുകൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. തൊട്ടു പിന്നാലെ ഈ സമവായത്തിലേക്ക് എത്തുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. അതേ തുടർന്നാണ് ഇന്നലെ ലോക്ഭവൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ലോക്ഭവൻ ഉത്തരവ് ഇറക്കിയതിന് പിന്നാലെ ഇന്നിപ്പോൾ സിസ തോമസ് KTU VC ആയി ചുമതലയേറ്റിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. സർക്കാരുമായി സഹകരിച്ചു പോകുമെന്ന് തന്നെയാണ് സിസ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.